സ്വയം സഹായ സംഘങ്ങൾ വഴി സൗരോർജ്ജ നിലയങ്ങൾ സ്ഥാപിച്ച് സ്ത്രീ ശാക്തീകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ച തെലങ്കാന സർക്കാർ ആയിരക്കണക്കിന് മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. ഇതിനായി വനഭൂമി, സർക്കാർ ഭൂമി ഉൾപ്പെടെയുള്ള ക്ഷേത്ര ജലസേചന ഭൂമികൾ കണ്ടെത്തണമെന്ന് ഉപമുഖ്യമന്ത്രി ഭട്ടി വിക്രമാർക്ക ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. പ്രധാനമന്ത്രി കിസാൻ ഊർജ്ജ സുരക്ഷ ഏവം ഉദ്ധാൻ മഹാഭിയാൻ പദ്ധതിയുടെ സാധ്യതയും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഉത്തരാഖണ്ഡിലെ ശൈത്യകാല തീർത്ഥാടനം വർഷം മുഴുവൻ നീണ്ടുനിൽക്കുന്ന പരിപാടിയാക്കി. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി എക്സിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനം. നേരത്തെ 6 മാസമായിരുന്നു ശൈത്യകാല തീർത്ഥാടനം. തമിഴ്നാട് റാണിപ്പെട്ടിയിൽ കർണാടക RTC ബസും ലോറിയും കൂട്ടിയിടിച്ച് 4 മരണം. ലോറി ഡ്രൈവർ അടക്കമുള്ളവരാണ് മരിച്ചത്. 30-ലേറെ പേർക്ക് പരിക്കേറ്റു. പച്ചക്കറിയുമായി ചെന്നൈയിലേക്ക് വരികയായിരുന്ന ലോറിയാണ് ബസുമായി കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. വയനാട് പുൽപ്പള്ളി കൊല്ലിവയൽ കോളനിയിൽ കർണാടക കുട്ട സ്വദേശി കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. 22-കാരനായ വിഷ്ണുവാണ് കൊല്ലപ്പെട്ടത്. പാതിരി റിസർവ് വനത്തിലായിരുന്നു കാട്ടാനയുടെ ആക്രമണം. റിസർവ് വനത്തിലൂടെ കബനി നദി കടന്ന് കർണാടകയിലേക്ക് പോകുന്ന വഴിയാണ് അപകടമുണ്ടായത്. കണ്ണൂർ ആറളം ഫാമിൽ കാട്ടാനയെ കണ്ട് ഭയന്നോടുന്നതിനിടയിൽ വീണ് 2 യുവതികൾക്ക് പരിക്ക്. ഫാം ബ്ലോക്ക് 13-ലെ മേഘ, രഞ്ജിനി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവരെയും കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുഴയിൽ കുളിക്കാനെത്തിയപ്പോഴായിരുന്നു അപകടമുണ്ടായത്.